ഞാനും ഈ ചർച്ചയിൽ ഇടപെടുന്ന ആളാണല്ലോ. അല്ലാതെ വേറെ പണിയില്ലാത്തതുകൊണ്ടെന്നുള്ളതല്ല. ഞാൻ കുറെ ചർച്ചകൾ നിങ്ങൾ ഉണ്ടാക്കുന്ന നരേഷൻ അനുസരിച്ച് എത്രയോ കാലമായി ഈ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നു മാത്രമാണ് ആളുകളെ തരാതിരിക്കുന്നത്. അപ്പോൾ അവർ വരുന്ന സമയത്ത് അവർക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതിനെ കൊണ്ടാണ് ഇവിടെ നിരന്നിരിക്കാൻ വരുന്നത്. ശ്രീ രാജേഷ് ഇരപ്പാട്, ഇപ്പം എല്ലാവരും ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. പ്രതിപക്ഷം ശക്തമല്ലെങ്കിൽ അത് ഭരണപക്ഷം വളരെ പെട്ടെന്ന് ജീർണിച്ചു പോകുമെന്ന്. വിവാദങ്ങൾ ഉയർത്തുമ്പോൾ, ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ അതിന് കരുത്ത് പകരാൻ കഴിയുന്നില്ല. അതിന് ഭരണപക്ഷത്തെ ഒരു പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയാതെ പോകുന്നുണ്ടോ സഭയിലും പുറത്തും? അല്ല, ഇതിനകത്ത് ഒരു വിഷയമുണ്ട്. പ്രതിപക്ഷം ശക്തമല്ല എന്നുള്ളത് കാരശ്ശേരി മാഷിന് അങ്ങനെ ഒരു നിരീക്ഷണം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം മാത്രമാണത്. നമ്മൾ മനസ്സിലാക്കാൻ അറിയാം. ഇപ്പം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം അധികാരത്തിലേറി വി ഡി സതീശൻ ഗവൺമെൻറ് അധികാരത്തിലേറിയതിന് ശേഷം ഒരു മാസം ഒക്കെ കഴിയട്ടെ, അല്ലെങ്കിൽ അത് നന്നായി പോകുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ. പക്ഷേ പ്രതിപക്ഷത്തിന് കാര്യക്ഷമമായും ക്രിയാത്മകമായും ഇടപെടേണ്ടതായിട്ടുള്ള നിരവധി വിഷയങ്ങൾ വന്നിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ അതിൻ്റെ കാര്യങ്ങളുമുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിന് നിരവധി വിഷയങ്ങൾ, അതുപോലുള്ള വിഷയങ്ങളിലേക്ക് വലിയ തരത്തിൽ, ഇപ്പോൾ കരിമണലിൻ്റെ കാര്യത്തിലാകട്ടെ, ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിലാകട്ടെ, ഞാൻ ഓരോ കാര്യങ്ങൾ നിരവധി വിഷയങ്ങൾ കൊണ്ടുവരുമല്ല. അതാ ഞാൻ പറഞ്ഞത്, നിരവധി വിഷയങ്ങൾ കൊണ്ടുവരുന്നു. പറഞ്ഞ് പൂർത്തീകരിക്കുന്ന കൂട്ടത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടിയിലുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. പ്രതിപക്ഷത്തെക്കുറിച്ചല്ല നിങ്ങൾ ചോദിക്കുന്നത്. പ്രതിപക്ഷം എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ, പ്രതിപക്ഷ നേതാവടക്കമുള്ള ആളുകളുടെ ഇടപെടലിനെ സംബന്ധിച്ച് പ്രതിപക്ഷം എത്ര കൃത്യമായിട്ടാണ് ഓരോ കാര്യങ്ങളും ഇടപെടുന്നത്. അതാ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഒരു ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം എന്താ പറയുക, അക്കമിട്ട് ഉത്തരം നൽകുന്ന ഒരു പത്രസമ്മേളനം പോലും കൃത്യമായിട്ട് കവർ ചെയ്യാൻ പറ്റാത്ത ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇപ്പോൾ കാരശ്ശേരി മാഷിനെ പോലുള്ള ആളുകൾക്ക് എന്താണ് ആ വിഷയത്തിൽ പറയാനുള്ളത്? അപ്പോൾ ഇങ്ങനെയുള്ള പക്ഷപാതപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലാണ് നിയമസഭയ്ക്കകത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓരോ വിഷയവും വി ഡി സതീശൻ ഗവൺമെന്റ് എടുക്കുന്നത്. അദ്ദേഹം ഒരു മുഖ്യമന്ത്രി, എൻ്റെ ആരെയൊന്നും എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കേ. വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് പോലും ആക്റ്റാകുന്നില്ല. മുഖ്യമന്ത്രിയായിട്ടല്ല അയാൾ ഇപ്പോൾ സ്വയം വിചാരിക്കുന്നത്. അയാളൊരു പ്രതിപക്ഷ നേതാവായിട്ട് സ്വയം വിചാരിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും ഒരു മുഖ്യമന്ത്രിയുടേതായിട്ടുള്ള ഇടപെടലുകൾ, അതിൻ്റേതായിട്ടുള്ള ഭരണപരമായിട്ടുള്ള ഇടപെടലുകൾ, അഭിപ്രായങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊന്നും അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള പക്വതയില്ല. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത തരത്തിലുള്ള മാധ്യമങ്ങളോട് തന്നെ പ്രതികരിക്കുന്നത് നമുക്ക് നോക്കിയാൽ അറിയാം. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലാണ് ഇപ്പോഴും ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് തന്നെ സ്വയം ബോധ്യമായിട്ടില്ല. അതാണ് അവസ്ഥ. അപ്പോൾ പ്രതിപക്ഷം വളരെ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പം CPIM-ൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വിഴിഞ്ഞം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സമരം നടക്കുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുന്നവരാണ് സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാഷാണ്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് എവിടെയാണ് ഇതിൻ്റെ അകത്ത് അഭിപ്രായ വ്യത്യാസം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം. നിങ്ങൾ പറയുന്നത് ഭയങ്കരമായ അഭിപ്രായ വ്യത്യാസം, എനിക്കത് മനസ്സിലാകുന്നില്ല. അല്ല, നിങ്ങളാണത് അഭിപ്രായ വ്യത്യാസം എന്നുള്ളത് പറയുന്നത്. ജയരാജൻ, PK ശ്രീമതി ടീച്ചറും KK ശൈലജ ടീച്ചറും പറഞ്ഞ് എന്ത് പറഞ്ഞെന്നാണ് പറയുന്നത്? എന്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കുന്നില്ല. എന്താണ് അദ്ദേഹം പറഞ്ഞത്? എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഈ പറയുന്ന CPIM-ൻ്റെ ഞാൻ പറഞ്ഞില്ലേ, അതിനുള്ള മറുപടിയാണ്. CPIM-ൻ്റെ ജില്ലാ കമ്മിറ്റി വലിയ സമരം വിഴിഞ്ഞത്ത് നടത്തുമ്പോൾ അവിടെ അത് ഉദ്ഘാടനം ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാഷാണ്. കൂടുതൽ മറുപടി എന്താണ്? അപ്പം സംസ്ഥാന സെക്രട്ടറിക്കെതിരെയാണെന്ന് നിങ്ങൾ പറയുന്ന നരേഷനാണ്. സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പരസ്യമായ MP ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ശരിയല്ല. അല്ലല്ല MP ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ശരിയല്ല. ഇതാണ് എൻ്റെ അഭിപ്രായം, അതാണ് പാർട്ടിയുടെ നിലപാടെന്ന് MP ജയരാജനോ ശൈലജ ടീച്ചറോ PK ശ്രീമതി ടീച്ചറോ പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് സംഘടനാ തലത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അല്ലാതെ CPM-ൻ്റെ അകത്ത് ഭയങ്കരമായ ഭിന്നത നടക്കുന്നു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു നരേഷൻ ഉണ്ടാക്കിക്കൊണ്ട് എന്താണ് കാര്യം? ഇവിടെ അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള സമൂഹം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങൾ, പ്രതിപക്ഷത്തിൻ്റെ ഇടപെടലുകളിൽ ശ്രദ്ധ ക്ഷണിക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഇത്
ഞാനൊരു ഇടവേള എടുത്ത് വളരെ പെട്ടെന്ന് നിങ്ങൾ ഉണ്ടാക്കുന്ന അജണ്ടയ്ക്ക് അനുസരിച്ച് കുറെ ആളുകൾ ചർച്ച ചെയ്യാനുണ്ടെന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന അജണ്ടയ്ക്ക് അനുസരിച്ച് കുറെ ആളുകൾ ചർച്ച ചെയ്യാൻ വേണ്ടി വൈകുന്നേരം വന്ന് നിരന്നിരിക്കുന്നു ഓർത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് സംഭവിക്കണം? സാധാരണ ഇടതുപക്ഷത്തിലെ ആളുകളും അത് വളരെ മോശം പരാമർശമാണ്. സാധാരണ എത്ര കാലമായി സാധാരണ ഈ ഞാൻ ചർച്ചയിൽ പറയട്ടെ, ഇത് ഇടതുപക്ഷത്തിലെ എത്ര ആളുകൾ കാലമായി ഉണ്ടാവാറുണ്ട്. തുടർന്നതാണ്? അവര് വേറെ എത്ര കാലമായി പണിയില്ലായിട്ടാണോ നിരന്നിരിക്കുന്നത്? അതെന്തൊരു മോശം സംസാരമാണ് താങ്കൾ ഇപ്പൊ സംസാരിച്ചത്. സാധാരണ എല്ലാ ചർച്ചയിലും ഞാനും ഈ ചർച്ചയിൽ ഇടപെടുന്ന ആളാണല്ലോ. അല്ലാതെ വേറെ പണിയില്ലാത്തതുകൊണ്ടെന്നുള്ളതല്ല ഞാൻ കുറെ ചർച്ചകൾ നിങ്ങൾ ഉണ്ടാക്കുന്ന നരേഷനനുസരിച്ച് എത്രയോ കാലമായി ഈ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നു അല്ലേ? മാത്രമാണ് ആളുകളെ തരാതിരിക്കുന്നത്. അപ്പോൾ അവർ വരുന്ന സമയത്ത് അവർക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതിനെ കൊണ്ടാണ് ഇവിടെ നിരന്നിരിക്കാൻ വരുന്നത്. ശരി, അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾ മാധ്യമങ്ങൾ ഒരു അജണ്ട സെറ്റ് ചെയ്ത് ഒരു ചർച്ചയുണ്ടാക്കി ആ നരേഷന് ചുറ്റും ആളുകളിരുന്ന് സംസാരിക്കുന്നു. അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധികൾ വരുന്നുണ്ടെങ്കിൽ അവരുടെ വിഷയമാണത്. CPM-ന്റെ പ്രതിനിധികളെ അയക്കണമെന്നുണ്ടോ, വേണോ വേണ്ടയോ, ഈ വിഷയത്തിൽ ചർച്ച ചെയ്യണോ, അഭിപ്രായം പറയണോ എന്നുള്ളത് ആ പാർട്ടിയുടെ തീരുമാനമാണ്. മനസ്സിലായില്ലേ?